എനിക്ക് സാർക്കോമ എന്ന് പറഞ്ഞൊരു ക്യാൻസർ ആയിരുന്നു. അത് എനിക്കറിയാൻ കുറേ വൈകിപ്പോയി. പെട്ടെന്ന് തന്നെയായിരുന്നു എൻ്റെ കൈ മുറിച്ച് മാറ്റേണ്ടി വന്നത്. എനിക്ക് വേറെ നിവൃത്തികളൊന്നുമില്ല. തുറന്നുള്ള ചികിത്സയ്ക്കായാലും കൃത്രിമ കൈ വെക്കാനായാലും എനിക്കങ്ങനെ സഹായിക്കാൻ പ്രത്യേകിച്ച് ആരുമില്ല. അതുകൊണ്ട് ദയവായി എല്ലാവരും എന്നെ പരമാവധി സഹായിക്കുക. അസ്സലാമലൈക്കും. ശിഹാബ് ഖാനാറാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലെ കുമാരമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ നിതിന്റെ ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനായിട്ട് വന്നിരുന്നതാണ്. നിതിന് അസുഖം ബാധിച്ച്, അതായത് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. ഒരു കൈ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഒരു കീമോ കഴിഞ്ഞു. അതുകൊണ്ട് എമർജൻസി ആയിട്ട് ആണ് ഇപ്പൊ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇവർക്ക് മരുന്നിന് പോകാൻ പോലും വേറെ ഒരു മാർഗവും ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഇപ്പൊ ഇവനെ നിതിനെ ചികിത്സിക്കുന്നത് കാണിക്കുന്നത് ആശുപത്രി എന്ന് പറയുന്നത് മലബാർ ക്യാൻസർ സെന്ററിലാണ്, തലശ്ശേരി. നിതിന ഈ വീട്ടിലെ ഏക ആൺതരിയാണ്. കാരണം വേറെ ആരുമില്ല. 2 ചേച്ചിമാരായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞ് അവര് വേറെ ജീവിക്കുന്നു. അവർക്കും ഈ പറഞ്ഞ പോലെ കൂലിപ്പണിയൊക്കെ ആയിട്ട് ഒരു മാർഗമില്ലാത്ത കുടുംബത്തിലേക്കാണ് അവരും പോയേക്കുന്നത്. അവർക്കും സഹായിക്കാനുള്ള കഴിവുകളൊന്നുമില്ല. ഈ നിതിനാണ് ഈ വീട്ടിലെ ഏക ആശ്രയം. നിതിൻ മാത്രമുള്ള ഒരു ആൺമകനായിട്ടുള്ളൂ. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഈ നിതിന് നമ്മളെ കൊണ്ട് കഴിയാവുന്നത്രയും സഹായം, അതായത് നമുക്ക് പരമാവധി നമ്മളെ കൊണ്ട് എത്ര രൂപ കൊടുക്കാൻ കഴിയുമോ അത്രയും രൂപ കൊടുത്ത് സഹായിക്കണം. അതായത് 100 രൂപ, 10 രൂപ, 20 രൂപ എത്രയാണേലും കുഴപ്പമില്ല. കാരണം അവർക്ക് മരുന്നിന് പോകാൻ വേറെ മാർഗമില്ലാത്ത ഒരവസ്ഥയാണ്. ചികിത്സക്ക് പോകാനും വണ്ടിക്കൂലിക്കും ചെലവിനും ആശുപത്രി ബില്ലിനും എല്ലാത്തിനുമുള്ള പൈസയ്ക്ക് ഇനി പൈസ കണ്ടെത്തിയേ തീരുള്ളൂ. അതുകൊണ്ട് ഈ സഹോദരനെ നമ്മുടെയൊക്കെ സ്വന്തം സഹോദരനായിട്ട് കണ്ട് എല്ലാവരും സഹായിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. കാരണം നമ്മുടെ ചെറുപ്രായമുള്ള ഒരു പയ്യനാണ്. കാരണം തീരെ ഒരു മാർഗമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മുന്നിൽ കൈ നീട്ടുന്നത്. കാരണം ഈ അസുഖം വന്നതിനു ശേഷമാണ് കൈ മുറിച്ചു മാറ്റിയത്. ഈ ക്യാൻസർ എന്ന് പറയുന്നത് സാർക്കോമോ എന്ന് പറയുന്ന ഒരു തരം ക്യാൻസറാണ്. അത് ഈ മസിലുകളെയൊക്കെ ബാധിക്കുന്ന ഒരു തരം അസുഖമാണ്. അതുകൊണ്ട് ഒരു നിവൃത്തിയില്ല, നിർവാഹമില്ല. കാരണം ഈ കുടുംബത്തിന് വേറെ ആശ്രയവുമില്ല. ഉള്ളത് വയസ്സായ ഒരു കാരണവരും അമ്മച്ചിയുമാണ്. 2 പെങ്ങന്മാരുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞു പോയി. ഒരു ചെറിയൊരു വീട്ടിലാണ്, സർക്കാരിന്റെ ലോൺ കിട്ടി പണിത ഒരു ചെറിയൊരു വീട്. അത് പണി മുഴുവൻ പൂർത്തിയായിട്ടില്ല. നമുക്ക് വീട് കാണുമ്പോൾ തന്നെ അറിയാം, നിലം ഒന്നും ശരിയാക്കിയിട്ടില്ല, ഒരു കാര്യം ചെയ്തിട്ടില്ല. കാരണം വേറെ മാർഗങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് കഴിവതും നമ്മുടെ പരമാവധി എല്ലാവരും ഇതിനെ സഹായിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അസ്സലാമലൈക്കും. ഞങ്ങൾ പട്ടിണി പാവങ്ങളാണ്. ഒരു നിവൃത്തിയില്ല. നിങ്ങൾ സഹായിക്കിട്ടിയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉള്ളൂ. എന്നാലും ഞങ്ങൾ കഴിവതും സഹായിച്ച വേഗം ഇത് കരകയറണം. ആകെ നിവൃത്തിയില്ലാതെ ഞങ്ങൾക്ക് വിഷമിച്ച് ഒരു നേരം അരിമെടുക്കുമ്പോഴും പറ്റില്ല. ഞങ്ങൾക്ക് കുഴിപ്പിടിക്കാൻ എല്ലാവർക്കും അസുഖം ബാധിച്ചിരിക്കുകയാണ് ഉള്ളത്. അത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൈ നീട്ടില്ല. ഞങ്ങളെ ഉപേക്ഷിക്കില്ല.